പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യ മസാലക്കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു പിടി ഗ്രീൻ പീസ് നേരത്തെ തന്നെ കുതിർത്ത് വയ്ക്കുക. പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുതിർത്ത് വയ്ക്കുക. പിന്നെ ഞാൻ 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില, ഒരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പെരിഞ്ജീരകം 1 സ്പൂണ്, ഒരു സവാള, 2 തക്കാളി, ചെറുതാണെങ്കിൽ 2 എണ്ണം, വലിയ തക്കാളി ആണെങ്കിൽ 1 എടുത്തോളൂ. അപ്പോൾ ആദ്യം തന്നെ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണും ചിക്കൻ മസാലയും ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തേങ്ങയുടെ 1/4 പാല് 1 കപ്പ് എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത ഗ്രീൻ പീസ് കഴുകി ചേർക്കുക. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ കഴുകി അത് കുക്കറിലോട്ട് ഇടുക. എന്നിട്ട് അതിന് പാകത്തിന് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം കുക്കർ അടച്ച് വിസിൽ വരാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു 3 വിസിൽ വയ്ക്കുന്നുണ്ട്. അത് നല്ലോണം വെന്ത് വന്നോട്ടെ. ആ വിസിൽ വന്ന് അത് ഇറക്കിയ ശേഷം നമ്മൾ വീണ്ടും അടുപ്പിലോട്ട് ഒരു പാന് വയ്ക്കുക. ആ പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ പെരിഞ്ജീരകം മാത്രമാണ് മസാലയായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. കാരണം ചിക്കൻ മസാല യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരു മസാലയും യൂസ് ചെയ്യരുത്. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് മസാലയൊക്കെ ഒരുമാതിരി അതിൻ്റെ മണം ഇറിറ്റേറ്റ് ആവും. അപ്പോൾ ആ 1 സ്പൂൺ പെരിഞ്ജീരകം പൊട്ടി വരുമ്പോൾ കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ഒരു സവാള അതിലേക്ക് ചേർക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് എളുപ്പത്തിൽ വഴറ്റി എടുക്കുക. സവാള നല്ലപോലെ വഴണ്ടി വരണം. അത് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് ചേർക്കുന്നുണ്ട്. അത് നല്ല മൂത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് നല്ല മണം വന്ന ശേഷമാണ് നമ്മൾ തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി നല്ലപോലെ വഴണ്ട് നിറം മാറുമ്പോൾ നമ്മൾ 3 സ്പൂൺ ചിക്കൻ മസാല പൗഡർ 3 ടീസ്പൂണാണ് അതിലേക്ക് ചേർക്കുന്നത്. തക്കാളി ചേർത്തുകൊണ്ട് മസാല കരിഞ്ഞു പോവില്ല. അപ്പോൾ അതിനാണ് തക്കാളി ചേർത്ത ശേഷം നമ്മൾ ഈ ചിക്കൻ മസാല അതിലേക്ക് ഇടുന്നത്. ഇത് നല്ലോണം മൂപ്പിച്ച ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് അതിലേക്ക് ചേർക്കുക. ഈ സമയത്താണ് നമ്മൾ കോളിഫ്ലവർ ചുടുവെള്ളത്തിലിട്ട് വെച്ചത് ചേർക്കുന്നത്. കാരണം കോളിഫ്ലവറിന് വലിയ വേവ് ആവശ്യമില്ല. അപ്പം ഈ സമയത്ത് അത് ചേർക്കുക. കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. നമ്മൾ ചുടുവെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ ഹാഫ് കുക്ക്ഡ് ആയിരിക്കും. പിന്നെ ഈ ഒരു സമയം കൊണ്ട് ഒരു കോളിഫ്ലവർ ഒന്ന് വെന്ത് ആ വെള്ളം കുറുകുമ്പോൾ തന്നെ ഒന്ന് വെന്ത് വന്നോളും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. മസാലയൊന്ന് നല്ല കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 പാല് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുക. ഇത് നല്ലപോലെ കുറുകി വന്നാൽ നമുക്കിതുപോലെ കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ 2/2 പാലും ഒക്കെ ചേർത്ത് ഇറക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, ബ്രെഡിന് ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചോറിന് മാത്രമല്ല, അത് സദ്യ മസാല കറി ആയതുകൊണ്ടാണ് നമ്മൾ കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനോടും യോജിക്കുന്ന ഒരു മസാല കറിയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അതിലേക്ക് മല്ലിയില തൂവി 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച ശേഷമാണ് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.